ഹലോ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഓപ്പറേഷൻസിൽ അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. പേജ് നമ്പർ 92 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1875 ബോംബെയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ പേര് നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കർ അസോസിയേഷൻ ഓഫ് ബോംബെ എന്നായിരുന്നു. പിന്നീട് ഇത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നായിട്ട് മാറി. ദലാൽ സ്ട്രീറ്റ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ പെർമനൻ്റ് റെക്കഗ്നിഷൻ കിട്ടിയ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ BSE എന്ന് പറയുന്നത്. BSEയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും, പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽസാണ്. പിന്നെ പബ്ലിക്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും മാർക്കറ്റ് ഇൻ്റർമീഡിയറീസും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൂടാതെ തന്നെ ഒരു മാനേജ്മെൻറ്റ് ടീമുണ്ട്. അതിനകത്ത് 9 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ട്. അവർ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അല്ലെങ്കിൽ ഡിവിഷൻസിൻ്റെ ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ പിന്നെ ഡെറിവേറ്റീവ് ഗവേണിംഗ് ആൻഡ് ക്ലിയറിംഗ് കൗൺസിലുണ്ട്. അവർ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇതന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. 135 വർഷമായിട്ട് BSE എന്ന് പറയുന്ന ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടറിൻ്റെ എഫിഷ്യൻറ്റ് ക്യാപിറ്റൽ റേസിങ്ങിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് BSE വേൾഡിലെ നമ്പർ 1 എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ്. ലിസ്റ്റഡ് കമ്പനികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് BSEക്കാണ്. ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസിൻ്റെ പേരിൽ വേൾഡിൽ 5th മോസ്റ്റ് ആക്റ്റീവായിട്ടുള്ള എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 10 ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് BSE എന്ന് പറയുന്നത്. ഇപ്പം നിലവിലെ 7700-ലധികം സ്ക്രിപ്പുകൾ നമ്മുടെ BSE വഴി ട്രേഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഇൻഡെക്സ് മോസ്റ്റ് ട്രാക്ക്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ആയിട്ടുള്ള സെൻസെക്സ് സ്റ്റാർട്ട് ചെയ്തത് BSE ആണ്. 1986 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ട്രാൻസാക്ഷൻസ് എല്ലാം സ്മൂത്തായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ ഓപ്പൺ ഔട്ട്ക്രൈ സിസ്റ്റം മാറ്റിയിട്ട് BSE ഓൺലൈൻ ട്രേഡിംഗ്, അതായത് ബോൾട്ട് എന്ന് പറയുന്ന ഫെസിലിറ്റി 1995 സ്റ്റാർട്ട് ചെയ്തു. വേൾഡിലെ ഫസ്റ്റ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ് BSE എന്ന് പറയുന്നത്. ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റമുള്ള സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. BSEWebEx.co.in എന്നുള്ള ആ ഒരു ID യൂസ് ചെയ്തിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പുറത്ത് എവിടെ ഇരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് വേണമെങ്കിലും, അതായത് ലോകത്ത് എവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിന് വേണമെങ്കിലും BSE പ്ലാറ്റ്ഫോമിൽ ട്രേഡിംഗ് പോസിബിളാണ്. 2010 സെപ്റ്റംബറിൽ BSE മൊബൈൽ ബേസ്ഡ് ട്രേഡിംഗ് ഫസ്റ്റ് ടൈം കൊണ്ടുവന്നു. അതിനു വേണ്ടിയിട്ട് അവർ ഫാസ്റ്റ് ട്രേഡ് മൊബൈൽ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത BSEയുടെ ഓപ്പറേഷൻസ് ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഡെപ്റ്റ്, ഇക്വിറ്റി ആൻഡ് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റുകളുണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ട്രേഡിങ്ങുകൾ മെയിനായിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നടക്കുന്നത്. ബോൾട്ട് എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നടക്കുന്നത്. ഈ സിസ്റ്റത്തിൽ ബ്രോക്കേഴ്സ് ഓർഡറുകൾ എൻ്റർ ചെയ്ത് കൊടുക്കും. അതായത് ഷെയർ മേടിക്കാനാണെങ്കിലും ഷെയർ വിൽക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും ബൈയിങ് ആൻഡ് സെല്ലിങ് ഓർഡേഴ്സ് ബ്രോക്കേഴ്സ് അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കും. അത് അവർക്ക് അവരുടെ തന്നെ ഓഫീസിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വർക്ക് സ്റ്റേഷൻ വഴി അവർക്കത് പോസിബിളാണ്. അതിനുവേണ്ടി അവർക്ക് ട്രേഡിംഗ് റിങ്ങിൽ അസംബിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ട്രേഡിംഗ് എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ് നടക്കുന്നത്. BSEയിൽ ട്രേഡ് ചെയ്യുന്ന സ്ക്രിപ്പുകളെ A, B, S, T, F, Z എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവുമായുള്ള പാരാമീറ്റേഴ്സിൻ്റെ ബേസിസിലാണ് ഇതിനെ ഇങ്ങനെ ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രേഡിങ്ങിന് വേണ്ടി അല്ലെ ക്ലാസിഫിക്കേഷന് വേണ്ടി ഇവർ വോളിയം ഓഫ് ട്രേഡ് എത്രയാണ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. BSEയിൽ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനികൾക്ക് ക്ലാസിഫിക്കേഷനുണ്ട്. സ്മോൾ ക്യാപ്പ് കമ്പനീസ് എന്നും ലാർജ് ക്യാപ്പ് കമ്പനീസ് എന്നും സ്മോൾ ക്യാപ്പ് കമ്പനീസ് എന്നുമാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ലാർജ് ക്യാപ്പ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മിനിമം ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് 10 crore ആയിരിക്കണം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 25 crore കുറയാനായിട്ട് പാടില്ല.
സ്മോൾ ക്യാപ്പ് കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവരുടെ മിനിമം ഇഷ്യൂ സൈസ് 3 crore ആയിരിക്കണം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് മിനിമം 5 കോടി ഉണ്ടായിരിക്കണം. സെൻസെക്സ്, BSE 100, BSE ഡോളക്സ്, BSE 200, BSE IPO ഇൻഡെക്സ് എക്സെട്ര ആണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള സീരീസ് ഓഫ് ഇൻഡിസസ് എന്ന് പറയുന്നത്. അവരുടെ ഇൻഡിസസുകളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സെൻസെക്സ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ഇന്ത്യയിൽ നിലവിൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ നടക്കുന്ന ട്രേഡിങ്ങിൻ്റെ മേജർ പാർട്ട് എന്ന് പറയുന്നത് BSE NSEയും ചേർന്നിട്ടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ലിസ്റ്റിംഗ് ഓഫ് എ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ പേര് ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ ലിസ്റ്റിൽ ട്രേഡിങ്ങിന് വേണ്ടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് അതിന് ലിസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഈ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസിന് ലിക്വിഡിറ്റിയും മാർക്കറ്റബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും പിന്നെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കുക എന്നുള്ളതുമാണ്. ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയറുകളും ഡിബഞ്ചറുകളും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ ട്രേഡിംഗ് ഫ്ലോറിൽ കോട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷനാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാ സെക്യൂരിറ്റീസും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നില്ല. ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഫുൾഫിൽ ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റിംഗ് പോസിബിൾ ആയിട്ടുള്ളത്. ഒരു കമ്പനിക്ക് തന്നെ ഒന്നിലധികം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കമ്പനി നിൽക്കുന്ന റീജിയനിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലെ റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണോ അല്ലെങ്കിൽ ഏറ്റവും നിയറർ ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണോ അവിടെ ആ കമ്പനി ലിസ്റ്റ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററിയാണ്. അതുകൂടാതെ വേറെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വേണം എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. അതുകൂടാതെ ഈ ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ കയ്യിൽ നിന്ന് ഒരു ആനുവൽ ലിസ്റ്റിംഗ് ഫീസ് ഈടാക്കാറുണ്ട്. നെക്സ്റ്റ് റിക്വയർമെൻറ്റ്സ് ഫോർ ലിസ്റ്റിംഗ്, അതായത് ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യാൻ വേണ്ട റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലാണ് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു ലിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ഇവർ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിന് മുൻപായിട്ട് ഇഷ്യൂവർ ആ ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കയ്യിൽ നിന്നുള്ള അപ്രൂവലും മേടിച്ചിരിക്കണം. കമ്പനീസ് ആക്ടിൽ ലിസ്റ്റിങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും ഈ ഒരു കമ്പനി ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൂടാതെ സെബി കാലാകാലങ്ങളിൽ ഇഷ്യൂ ചെയ്യുന്ന റെഗുലേഷൻസ് ഉണ്ട്, അതും ഫോളോ ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി കിട്ടൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ലിസ്റ്റിംഗ് അവർക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ലിസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള ബേസിക് നോംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്ന എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കും സെയിം ആണ്. അതവരുടെ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കമ്പനിയും തമ്മിൽ വെക്കുന്ന എഗ്രിമെൻറ്റിൽ ആ പറഞ്ഞ ബേസിക് കണ്ടീഷൻസ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരിക്കും. ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് അടുത്ത പാരഗ്രാഫിൽ അവിടെ കാണിച്ചിരിക്കുന്നത്. ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ പ്രോംപ്റ്റ് ട്രാൻസ്ഫർ, രജിസ്ട്രേഷൻ, സബ് ഡിവിഷൻ ആൻഡ് കൺസോൾട്ടേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും പേരിൽ രജിസ്റ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയും സബ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയും കൺസോൾട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ടു ഗീവ് പ്രോപ്പർ നോട്ടീസ് ഓഫ് ക്ലോഷർ ഓഫ് ട്രാൻസ്ഫർ ബുക്സ് ആൻഡ് റെക്കോർഡ് ഡേറ്റ്, ബുക്കുകളുടെയും ബുക്കുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെയും പിന്നെ റെക്കോർഡ് ഡേറ്റിൻ്റെയൊക്കെ ക്ലോഷറിൻ്റെ സമയത്ത് അതൊക്കെ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ആനുവൽ റിപ്പോർട്ട്, ഇതിൻ്റെ എല്ലാം 6 കോപ്പീസ് 6 കോപ്പീസ് ഓഫ് അൺഅബ്രിഡ്ജ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആനുവൽ റിപ്പോർട്ടും ഇതെല്ലാം 6 സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സബ്മിറ്റ് ചെയ്യണം. അതേപോലെ ഫിനാൻഷ്യൽ റിസൾട്ടുകളും ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എല്ലാം ക്വാർട്ടർലി ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ 4 തവണ, അതായത് 3 മാസം കൂടുമ്പോഴത്തേനും ഫയൽ ചെയ്യണം. Then to initiate promptly the exchange, the happening which are likely to materially affect the financial performance of the company and its stock prices. കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെയോ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസിനെയോ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കുറേ കണ്ടീഷൻസൊക്കെ ഉണ്ട്, ഇതെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. പബ്ലിക് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ നടത്തുന്ന കമ്പനികൾ അവരുടെ ഇഷ്യൂ എമൗണ്ടിൻ്റെ 1%
ഡെസിഗ്നേറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ കമ്പനിയുടെ നേരെ എന്തെങ്കിലും ആരോപണങ്ങളോ എന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, അത് സോൾവ് ചെയ്യാനായിട്ട് കമ്പനീനെ കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് കണ്ടുകെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എമൗണ്ട് നേരത്തെ ഡെപ്പോസിറ്റായിട്ട് മേടിച്ചു വെക്കുന്നത്. അതായത് കമ്പനി ഇപ്പം സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കമ്മീഷൻ പേ ചെയ്യുന്നില്ല, ബ്രോക്കേഴ്സിനും അണ്ടർ റൈറ്റേഴ്സിനുള്ള എമൗണ്ട് പേ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് ഇവർ നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു 1% എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർഫീറ്റ് ചെയ്യാനേ കണ്ടുകെട്ടും. ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് അനുസരിച്ച് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനികളും അവരുടെ ഇഷ്യൂ ക്ലോസ് ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം അവർ ഡെസിഗ്നേറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അപ്രോച്ച് ചെയ്ത് അവരുടെ അലോട്ട്മെൻറ്റ് അപ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. നെക്സ്റ്റ്, ദ ഫോളോയിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി ഫയൽഡ് വിത്ത് ദ എക്സ്ചേഞ്ച് ഫോർ ഗെറ്റിംഗ് എ സെക്യൂരിറ്റി ലിസ്റ്റഡ്. ഒരു സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ്, മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പിന്നെ പ്രോസ്പെക്ടസിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലീവ് ഓഫ് പ്രോസ്പെക്ടസിന് പകരമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലീവ് ഓഫ് പ്രോസ്പെക്ടസ്. അതിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം. പിന്നെ ബാലൻസ് ഷീറ്റ്, ഓഡിറ്റഡ് അക്കൗണ്ട്, എഗ്രിമെൻറ്റ് ഓഫ് വിത്ത് പ്രൊമോട്ടേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, ബ്രോക്കേഴ്സ്, അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കോപ്പി കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെയും ഡിബഞ്ചറിൻ്റെയും പിന്നെ ഫോർഫീറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ബോണസോ ഡിവിഡൻറ്റോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. പിന്നെ കമ്പനിയുടെ ഹിസ്റ്ററി ബ്രീഫായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ കമ്പനീസ് ആക്ട് 1956 സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റ് ആക്ട് 1956 കംപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരിക്കണം. കമ്പനിയുടെ സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്ന ഹയസ്റ്റ് 10 ഹോൾഡേഴ്സിൻ്റെ ക്ലാസ് ഡീറ്റെയിൽസ് അവിടെ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലിസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കണം. സെബി ഗൈഡ് ലൈൻസ് പ്രകാരം ഇഷ്യൂവർ കമ്പനി ഈ ഒരു ഫോർമാലിറ്റീസ് എല്ലാം അവരുടെ അലോട്ട്മെൻറ്റ് ഫൈനലൈസേഷന് ശേഷം 7 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ പറഞ്ഞ റൂൾസ്, റെഗുലേഷൻ ആൻഡ് കംപ്ലൈൻറ്റ്സ് കൂടാതെ ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കും അവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് കാണും. അവരുടേത് മാത്രമല്ല, ബേസിക് ആയിട്ടുള്ളത് എല്ലാവർക്കും തുല്യമായിരിക്കും. അതല്ലാതെ ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കും അവരുടേതായിട്ടുള്ള കുറച്ച് റൂൾസ് കാണും. അതും ലിസ്റ്റിംഗ് ചെയ്യുന്ന കമ്പനികൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ലിസ്റ്റിങ്ങിന് ശേഷം എല്ലാ കമ്പനികളും ക്വാർട്ടർലി ബേസിസിൽ ഫിനാൻഷ്യൽ ആൻഡ് അതർ മെറ്റീരിയൽ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് 3 മാസം കൂടുമ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ഡേറ്റാസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതേപോലെ ഹാഫ് ഇയർലി ആയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനികളും ഹാഫ് ഇയർലി മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ട് ഇവരുടെ ഇൻഫർമേഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് കുറേ കണ്ടീഷൻസും കുറേ റെഗുലേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ബ്രീച്ച് ചെയ്യുന്ന കമ്പനികളാണെന്നുണ്ടെങ്കിൽ, ഈ കണ്ടീഷൻസൊക്കെ ഫോളോ ചെയ്യാത്ത കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ലിസ്റ്റിംഗ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വിഡ്രോ ചെയ്യാനും സസ്പെൻഡ് ചെയ്യാനെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ലിസ്റ്റിംഗ്. ഫസ്റ്റ് പോയിൻ്റ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിലി കൺവേർട്ടഡ് ടു ക്യാഷാണ്. ക്യാഷിനെ നമുക്ക് പെട്ടെന്ന് ഷെയറായിട്ടും ഷെയറിനെ പെട്ടെന്ന് തന്നെ ക്യാഷായിട്ടും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് വൺ, ഇമേജ്. ഒരു കമ്പനീനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലിസ്റ്റഡ് കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ളൊരു പബ്ലിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ റിപ്പോർട്ടിലും TV-യിൽ ന്യൂസ് പേപ്പറിലെല്ലാം ഇവരുടെ പേര് മെൻഷൻ ചെയ്തു പോകും. അങ്ങനെ ഒരു ഇമേജ് ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. തേർഡ് വൺ, വൈഡർ മാർക്കറ്റ് ഫോർ ഷെയർസ്. നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയറുകളാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യപ്പെടും. ലാർജ് കവറേജാണ് കിട്ടുന്നത്. പബ്ലിക് കൂടുതലായിട്ട് അട്രാക്റ്റ് ആയിട്ട് വരും. ഫോർത്ത് വൺ, ഈസി ഫിനാൻസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൂടുതൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തയ്യാറായിട്ട് മുന്നോട്ട് വരും. അടുത്തത് കൊളാട്രൽ സെക്യൂരിറ്റീസ്. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിനെ നമുക്ക് കൊളാട്രൽ സെക്യൂരിറ്റീസ് ആയിട്ട്, അതായത് അതിനെ ഈട് വെച്ചുകൊണ്ട് നമുക്ക് ലോണൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. പണം കടം മേടിക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനെ കൊളാട്രലായിട്ട് ഈടായിട്ട് സ്വീകരിക്കാറുണ്ട്. അപ്പം ഹൈലി റേറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാർക്കറ്റബിൾ ആയിരിക്കും അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്.
സിക്സ്ത് വൺ, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അപ്പം സെബി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പറഞ്ഞിരിക്കുന്ന എല്ലാ റൂൾസും ഫോളോ ചെയ്യുന്ന കമ്പനികളാണ് ലിസ്റ്റഡ് കമ്പനികളായിട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സേഫ്റ്റി കൂടുതലാണ്. അവരുടെ പണം പ്രൊട്ടക്റ്റഡ് ആണ്. അവർക്കൊരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടായിരിക്കും. സെവൻത് വൺ, ഡിസ്ക്ലോഷർ ഓഫ് വൈറ്റൽ ഇൻഫർമേഷൻ. ഓരോ കമ്പനികളും അവരെ സംബന്ധിച്ച മെറ്റീരിയലായുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്യും, വെളിപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് അത് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് കണ്ടീഷൻസും റെഗുലേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമത്തത് കമ്പനീനെ സംബന്ധിച്ച വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവർക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തേണ്ടതായിട്ട് വരും. അത് ചിലപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. തേർഡ് വൺ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് സ്പെക്കുലേഷനിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് പ്രൈസിന് അഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഊഹ കച്ചവടങ്ങളൊക്കെ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സ്പെക്കുലേഷൻസ് ഒക്കെ നടക്കാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കമ്പനിയുടെ ഒരു ഇൻട്രസ്റ്റിനെ അത് അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ഹാനികരമായിട്ട് ബാധിക്കും. അടുത്തത്, ഈ ലിസ്റ്റിംഗ് പ്രൊസീജിയർ എല്ലാം ഫോളോ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പബ്ലിക് ഇഷ്യൂ നടത്തുക എന്ന് പറഞ്ഞാൽ നല്ല ചിലവുള്ള കാര്യമാണ്. ഇതെല്ലാം ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ എക്സ്പെൻഡിച്ചർ വേണ്ടി വരും. അപ്പോൾ അവർക്ക് ഹെവി എക്സ്പെൻസ് ഉണ്ടാവും എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇത്രയും നന്നായിട്ടൊന്ന് വായിച്ച് നോക്കാം. താങ്ക് യു.